Hi friends, welcome back to Raeha's kitchen. ഇന്ന് ഞാൻ കോളിഫ്ലവർ കൊണ്ടുള്ള ഒരു മസാലയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാനിവിടെ ഇത് ഡ്രൈ മസാലയാക്കിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിൻ്റെ അടുത്തുള്ള ബെൽ ഐക്കണും കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ഇനിയും വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഇനി ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കോളിഫ്ലവർ ഞാനൊന്ന് ഫ്രൈ ചെയ്തിട്ടാണ് ഈ മസാല ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 400 ഗ്രാം കോളിഫ്ലവർ നന്നായിട്ട് കഴുകി അതൊന്ന് വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു മണിക്കൂർ ഇതിലും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു. എന്നിട്ടാണിത് കഴുകിയെടുത്തത്. ഇനി ഒരു ബൗളിൽ എടുത്തിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി എന്നിവ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ കോൺഫ്ലവറും 1 ടീസ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു മുട്ടയുടെ വെള്ളയാണ്. അത് ഈ കോട്ടിംഗ് ഒന്ന് നന്നായിട്ട് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് മുട്ടയുടെ വെള്ള ചേർക്കുന്നത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് ഇതൊരു തിക്ക് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. ഇനി ഇതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മസാല തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് ഇതൊരു 10 മിനിറ്റെങ്കിലും കുറഞ്ഞത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. കൂടുതൽ വെച്ചാൽ അത്രയും നല്ലത്. ഇപ്പം മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 2 മീഡിയം സൈസ്ഡ് വലിയുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, കുറച്ച് മല്ലിയില, പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി മസാലപ്പൊടികളായിട്ട് മാരിനേറ്റ് ചെയ്യാൻ എടുത്തിട്ടുള്ള സെയിം മസാലപ്പൊടികൾ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കോളിഫ്ലവറൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. ഒരു മീഡിയം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തിട്ടെടുക്കാനായിട്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം എല്ലാ സൈഡും നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഒരു ബാച്ച് കോളിഫ്ലവർ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. അതുപോലെ തന്നെ അടുത്ത ബാച്ചും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം. ഈ സെയിം പാനിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ മസാല ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഈ ഓയിൽ നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം. ഒരു 1.5 ടേബിൾ സ്പൂൺ ഓയിലാണ് ഞാൻ അതിൽ നിന്ന് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ടിട്ട് പൊട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വലിയുള്ളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് വാട്ടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉള്ളി വഴന്ന് കിട്ടും. ഇപ്പോൾ ഉള്ളി ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി,
ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എരിവ് നന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തക്കാളിയും കൂടെ ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഈ തക്കാളി ഒന്ന് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഈ തക്കാളിയും അതുപോലെ തന്നെ ഉള്ളിയും മസാലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി 1 മിനിറ്റ് ഇതുപോലെ ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ മസാലയും ഈ കോളിഫ്ലവറൊക്കെ നന്നായിട്ട് കമ്പൈൻ ചെയ്ത് വന്നോളും. ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ വിതറിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടേക്ക് കെയർ.